അദ്ദേഹം എവിടെ നിന്നാലും ലാലേട്ടൻ നമുക്കറിയാം എവിടെ നിന്നാലും അദ്ദേഹത്തിന് എതിരെ വലിയ രീതിയിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഇത്ര കോടികൾ സമ്പാദിക്കുന്നില്ല ചോദിച്ചു. അത് താങ്കളെ പോലുള്ളവർക്ക് താങ്കളുടെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദത്തിൽ ലാലേട്ടനിലേക്ക് എത്തുന്നു. അത് താങ്കൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പേരിൽ നിന്ന് തുടങ്ങിയ വിവാദം മാത്രമൊന്നും അല്ല ഇത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിറങ്ങിപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. സോ ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. ഇത് എല്ലാവരെയും ബാധിക്കില്ലേ അങ്ങനെ ഒരു ഷോ? ഇറ്റ്സ് എ ബിഗ് ഷോ. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തിങ്, ഇപ്പം ഞാൻ റിയാലിറ്റി ചെയ്യാത്ത സമയത്ത് പോലും, ഞാൻ വീക്കെൻഡ് എപ്പിസോഡും ചെയ്യുന്ന സമയത്ത് പോലും റിയാലിറ്റിയിൽ എന്തെങ്കിലും വരുന്നത് പോലും എൻ്റെ തലയിൽ വെച്ചിട്ട് എനിക്കെതിരെ ആൾക്കാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സാർ ഒരു പാട്ടാണ്, സാറ് ഷോയുടെ ഫേസാണ്. ഇത് ഞാനായിട്ട് എൻ്റെ പേരിൽ തുടങ്ങിയതല്ല, ഞാനതിൽ ഉത്തരവാദിയല്ല, എനിക്ക് യാതൊരു റോളും അതിലില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ സീനിയേഴ്സായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. സോ അവർക്ക് ക്ലിയർ ആണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വിവാദം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയ വിവാദമാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ കുറ്റക്കാരനാണെങ്കിൽ എൻ്റെ മോളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ മോം ആൻഡ് പോപ്പ്. ഇറ്റ്സ് കോർപ്പറേറ്റ് ആണല്ലോ, ഇപ്പോൾ എല്ലാം കോർപ്പറേറ്റ് ആണ്. സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്.